നമസ്കാരം. കേൾക്കുന്ന ഏത് മലയാളി മനസ്സിനെയും തകർക്കുന്ന അതിദാരുണമായ ഒരു വാർത്തയാണ് യുകെയിലെ കടലോര പട്ടണമായ ലിറ്റിൽ ഹാംപ്ടണിൽ നിന്നും വരുന്നത്. അങ്കമാലി മൂക്കന്നൂർ പടയാറ്റിൽ ജിതിൻ സാജു റോസ്മേരി ദമ്പതികളുടെ 5 മാസം പ്രായമുള്ള മകൾ ജെസിക്കയാണ് ഉറക്കത്തിൽ പൊടുന്നനെ മരണമടഞ്ഞത്. ഇന്നലെ പുലർച്ചെ ഉറക്കമുണർന്ന അമ്മ റോസ്മേരി തൊട്ടരികെ കിടന്ന കുഞ്ഞ് കണ്ണു തുറക്കുന്നില്ലെന്ന് കണ്ടതോടെയാണ് ആകെ പരിഭ്രാന്തിയിലായത്. ഉടൻ തന്നെ യുകെയിലെ എമർജൻസി വിഭാഗത്തെ വിവരം അറിയിച്ചെങ്കിലും സ്ഥലത്തെത്തിയ മെഡിക്കൽ സംഘം കുഞ്ഞിൻ്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ മെയ് 6-നാണ് ജിതിനും റോസ്മേരിയും കുഞ്ഞുമായി നാട്ടിലെത്തിയത്. റോസ്മേരിയുടെ സ്വന്തം നാടായ മാള കൊമ്പിടിഞ്ഞാമാക്കൽ കുടിലിങ്ങിൽ കുടുംബത്തിലും ജിതിൻ്റെ മൂക്കന്നൂരിലെ വീട്ടിലും കുഞ്ഞു ജെസിക്കയുടെ സാന്നിധ്യം വലിയ ആഘോഷമായിരുന്നു. കുഞ്ഞിൻ്റെ മാമോദിസ ചടങ്ങുകൾ സഭാവിശ്വാസപ്രകാരം നാട്ടിൽ വെച്ച് പ്രൗഢമായി നടത്തുകയും ചെയ്തു. ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും ഒപ്പം കളിച്ചിരികളുമായി നിറഞ്ഞ നാളുകൾക്ക് ശേഷം വെറും ഒരാഴ്ച മുൻപാണ് ഇവർ തിരികെ യുകെയിലേക്ക് മടങ്ങിയത്. ദിവസങ്ങൾക്ക് മുൻപ് ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് കുട്ടിയെ യുകെയിലെ ആശുപത്രിയിൽ കാണിച്ച് ചികിത്സ തേടിയിരുന്നു. എന്നാൽ ഉറക്കത്തിനിടയിലുണ്ടായ ശ്വാസതടസ്സമാകാം പെട്ടെന്നുള്ള മരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. ബാങ്ക് ഹോളിഡേ പ്രമാണിച്ച് ഹോസ്പിറ്റൽ നടപടിക്രമങ്ങൾ നാളെ ആരംഭിക്കൂ. സൗത്താംപ്ടണിലോ ലണ്ടനിലോ ഉള്ള വിദഗ്ധ പരിശോധനകൾക്ക് ശേഷമേ കൃത്യമായ മരണകാരണം വ്യക്തമാകൂ. യുകെയിൽ പ്രവാസി മലയാളി കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളുടെ മരണം മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും 5 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ഇത്തരത്തിൽ അത്യപൂർവമായി മരണപ്പെടുന്നത് യുകെ മലയാളികളെ ആകെ വലിയ ആഘാതത്തിലാഴ്ത്തിയിട്ടുണ്ട്. അടുത്ത കാലത്ത് യുകെയിലെത്തിയതാണ് ജിതിനും കുടുംബവും. നാട്ടിലുള്ള ബന്ധുക്കൾ വിവരമറിഞ്ഞ് വലിയ വേദനയിലാണ്. ജിതിൻ്റെയും റോസ്മേരിയുടെയും അടുത്ത ബന്ധുക്കൾ ചിലർ യുകെയിൽ തന്നെയുള്ളതിനാൽ അവർ ലിറ്റിൽ ഹാംപ്ടണിൽ എത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷമേ സംസ്കാരം സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളുകയുള്ളൂ എന്ന് കുടുംബമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഒരു നാടിൻ്റെ മുഴുവൻ പ്രാർത്ഥനകളും കണ്ണീരും ഇപ്പോൾ ഈ വേർപാടിൽ ഒരുങ്ങുന്ന മാതാപിതാക്കൾക്കൊപ്പമാണ്.